നമസ്കാരം. സ്ത്രീകളിലെ വെള്ളപ്പോക്ക് അല്ലെ വൈറ്റ് ഡിസ്ചാർജ്, അസ്ഥിയുരുക്കം എന്നൊക്കെ കോമൺ ആയിട്ട് പറയും. ഇത് പലരും പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കൗമാരക്കാരായ പെൺകുട്ടികൾ. ഓവുലേഷൻ സമയത്തും പീരിയഡ് അടുപ്പിച്ചും ഒക്കെ ചെറിയ രീതിയിൽ വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട്. കുറഞ്ഞ തോതിലുള്ളതും അപകടകരമല്ലാത്തതുമായ വെള്ളപ്പോക്കാണിത്. ഭയപ്പെടേണ്ടതില്ല. ഇത് വജൈനയിലെ ബാക്ടീരിയ, ഫംഗസ് അതുപോലുള്ള ഇൻഫെക്ഷനൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കും. മറ്റ് അസ്വസ്ഥതകൾ ഒന്നുമില്ലാതെ വെള്ളപ്പൊക്ക് മാത്രം കൂടുതലായി കാണപ്പെടുകയാണെങ്കിൽ ചില ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതങ്ങ് മാറും. അതായത് ഉലുവ, മല്ലി, പേരയില, വെണ്ടയ്ക്ക, നെല്ലിക്ക, തുളസി ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാം. കൂടാതെ കഞ്ഞിവെള്ളം കുടിക്കാം. ശതാവരിക്കിഴങ്ങ് നന്നായി ചതച്ച് പാലിൽ കാച്ചി അതരിച്ചെടുത്ത് കുടിക്കാം. എങ്കിലും കൂടിയ അളവിലുള്ള വെള്ളപ്പോക്കിനോടൊപ്പം ക്ഷീണം, തളർച്ച, ഇച്ചിങ്, ദുർഗന്ധം, തലവേദന, ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് പറങ്കിപ്പട്ട ചൂർണം കഴിക്കാം, കുങ്കിലിയ ഭസ്മം, വെള്ളരിക ചൂർണം കൊടുക്കാം, തണ്ണീർ വിട്ടാൻ നെയ്യ്, വെൺപൂസണി ലേഹ്യം തുടങ്ങിയ മരുന്നുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായി കാണാറുണ്ട്. പിന്നെ പുറമേയുള്ള ചില ആപ്ലിക്കേഷൻസ്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, ചില വാഷുകൾ ഒക്കെ ഇതിന് നല്ല ഫലപ്രദമായി കാണാറുണ്ട്. ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കേണ്ടതാണ്.